Hi all, magic morning. Magic morning. Good morning. Okay. അപ്പം ഇന്നലെ എല്ലാവരും ഒരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? മാക്സിമം ഒക്കെ നിങ്ങൾ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. സോ നല്ലൊരു സൺഡേ തന്നെ ആയിരുന്നു ഇന്നലെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, ഓക്കെ ഫൈൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് മാജിക് മോർണിംഗ് ഒക്കെ കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാം. മെഡിറ്റേഷൻ നിന്ന് പുറത്ത് വന്നതല്ലേ, അപ്പൊ ഒന്ന് ഫ്രഷ് മൈൻഡോടെ കൂടെ തന്നെ ഒരു ഹാപ്പിനെസ്സോട് കൂടെ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മൺഡേ ഇനി മുതലും പ്രവീണമയമായിരിക്കും. ഇന്നത്തെ ടോപ്പിക് വരുന്നത് ടൈം ട്വീക്കിംഗ് എന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. സോ ഈ ഒരു ടൈം ട്വീക്കിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. Good morning, Mufida, and good morning all. Thank you so much. Welcome. Thank you so much. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ആർക്കെങ്കിലും ഇന്നൊരു മൺഡേ സിക്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു മൺഡേ ലേസിനെസ് തോന്നുന്നുണ്ടോ? 2 ദിവസം ഹോളിഡേ ഒക്കെ കഴിഞ്ഞു. മണി സാർ എന്തോ പറഞ്ഞു? ഇല്ല തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, ഗ്രേറ്റ്. യെസ്, അല്ലെ, നമുക്ക് എല്ലാവർക്കും ചിലപ്പോ 2 ദിവസം ഹോളിഡേ അല്ലെങ്കിൽ സൺഡേ ഒരു ഹോളിഡേ കഴിഞ്ഞ്, പ്രത്യേകിച്ച് സൺഡേ ഇത്തിരി കൂടുതൽ നമ്മളൊന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ ആകുമ്പോൾ ഇന്ന് കുട്ടികളാണെങ്കിൽ പറയുന്നത് സ്കൂള് തുടങ്ങും, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ നിൽക്കും, ഇന്ന് ഓഫീസിൽ പോകണം അല്ലെ എന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും. അത് സ്വാഭാവികമാണ്, അത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടൊരു ചിന്തയാണ്, അതും തെറ്റല്ല. പക്ഷെ നമ്മൾ എന്തായാലും പോയേ പറ്റൂ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ച് പേരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. അതായത് രവി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഫാമിലിയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും തന്റെ സെൽഫ് കെയറിലാണെങ്കിലും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ട് ഫാമിലിക്ക് വേണ്ട എല്ലാ കുട്ടികൾക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഒക്കെ വാങ്ങിക്കൊടുക്കും, വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ രവിക്ക് എവിടെയോ സംതിങ് ഈസ് മിസ്സിങ് എന്നൊരു തോന്നലുണ്ട്. കാരണം നേരത്തെ എഴുന്നേൽക്കും, എക്സസൈസ് ചെയ്യും, അത് കൃത്യമായിട്ട് വായിക്കും, അത് കഴിഞ്ഞ് തന്റെ വർക്ക്ഷോപ്പിൽ പോകും. പക്ഷെ എപ്പോഴും രവി കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പറയുമ്പോൾ കുട്ടികളാണെങ്കിലും വീട്ടിലെ ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും പറയുന്നത്, രവി എപ്പോഴും തിരക്കിലാണ്, എപ്പോഴും തിരക്കിലാണ്. പക്ഷെ രവി വിചാരിക്കും, ഞാൻ ഈ തിരക്ക് എനിക്ക് പറയുന്നത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ എപ്പോഴും ഇവര് തിരക്കിലാണെന്ന് പറയുമ്പോൾ സംതിങ് ഈസ് മിസ്സിങ്. അതായത് അവർക്ക് കൊടുക്കേണ്ട സമയം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, എന്റെ വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് വൈകി എത്തുന്നു, അല്ലെങ്കിൽ 7-8 മണിയാകുമ്പോൾ എത്തുന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നു, സംസാരിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഫാമിലി പറയുന്നത്, എപ്പോഴും തിരക്കാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സമയം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അച്ഛനെ അല്ലെങ്കിൽ ഫാദറിനെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രവി ചിന്തിച്ചു തുടങ്ങുകയാണ്, പിന്നെ എവിടെയാണ് എനിക്ക് മിസ്സാവുന്നത് എന്നൊരു ഫീലിംഗ് രവിക്ക് വന്നു തുടങ്ങി. ഇനി ബാബുവിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ബാബു ഇതേപോലെ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നു, ഇതേപോലെ പറയുന്നത്. ബാബുവിന്റെ പരാതി എന്താന്ന് വെച്ചാൽ, എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല, എനിക്ക് വായിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിയുടെ നല്ല സ്ട്രെസ് ഉണ്ട്, ഓഫീസിൽ കൃത്യസമയത്ത് എത്തില്ല, ഇത്ര ദൂരം യാത്ര ചെയ്യണം, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. അപ്പൊ എവിടെയാണ് എനിക്ക് വായിക്കാൻ സമയം കിട്ടുന്നത്? എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് ബാബുയുടെ പരാതി. കാരണം ബാബു നല്ലൊരു വായനക്കാരനാണ്, നന്നായിട്ട് മുന്നേ വായിക്കുമായിരുന്നു. ബാബു എപ്പോഴും കൂട്ടുകാരനോട് പറയുന്നു, ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോ വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. ഇനി കുട്ടികൾ പറയുന്നത്, കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ട് പഠനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളെ നോക്കാം. അവര് പറയുന്നത് ചിലപ്പോൾ പറയും, ഇത് മുഴുവൻ സബ്ജക്റ്റും 7-8 സബ്ജക്റ്റ് അല്ലെങ്കിൽ 10 സബ്ജക്റ്റ് ഒന്നും എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. പഠിക്കാത്തവരുടെ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ അവർക്ക് ഓക്കെ, അത് മടിയാണെന്ന് വിചാരിക്കാം. എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും പറയും, ഇതെല്ലാം പഠിച്ചു തീരാൻ സമയം കിട്ടണ്ടേ, ഈ 10 സബ്ജക്റ്റ് ഞാൻ എങ്ങനെ പഠിക്കും? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സയൻസ് 3 സബ്ജക്ട്, 3 പാർട്ട്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇതെല്ലാം പഠിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. മുഴുവനും ഓടിയെത്താൻ
എനിക്ക് പറ്റുന്നില്ല. ഇത് ഒരു പക്ഷെ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നതാണ്. മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള സമയമില്ല എന്ന് പറയാറുണ്ട്. ഇനി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓരോ ഗ്രൂപ്പുകളെയാണ് എടുക്കുന്നത്. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലേഡീസ് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, ജോലിയെല്ലാം ചെയ്തു വെച്ച് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ഉള്ള സമയം കിട്ടുന്നില്ല. കാരണം സ്വാഭാവികമാണ്, നേരത്തെ എഴുന്ന കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വെച്ച് ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടെ ജോലിക്ക് കൃത്യസമയത്ത് ബസ്സിന്റെ സമയത്തിന് പോലും എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഓടിക്കറിച്ച് എത്തുമ്പോൾ ചിലപ്പോൾ ബസ് മിസ്സായി പോകുന്നു, ഓഫീസിൽ എത്തുമ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആവുന്നു. എന്നും ഞാനൊരു ലേറ്റ് കമർ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ ഫീൽ ചെയ്യുന്നു. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് സമയമില്ല. പക്ഷെ 24 മണിക്കൂർ എല്ലാവർക്കും ഈ ലോകത്ത് ഉള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. പക്ഷെ അപ്പോഴും നമ്മൾ എനിക്ക് സമയം കിട്ടിയില്ല. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് 24 മണിക്കൂറുണ്ട്. അതായത് ഇവിടെ ഇത്തരം വിഭാഗങ്ങൾക്കെല്ലാം ഈ കൂട്ടരൊക്കെ നമുക്കിടയിൽ ഉണ്ടാവും, നമ്മൾ തന്നെയും ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടൈം ട്വീക്കിംഗ് പ്രോസസ് ആണ്. എന്താണ് ടൈം ട്വീക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? an act of manipulating or adjusting time to avoid task or decision. അതായത് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെ നമ്മൾ മാറ്റി വെക്കുകയാണെന്നർത്ഥം. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്. എന്ത് നമുക്ക് ചെയ്യണം? എനിക്ക് വായിക്കണം, ബാബു പറയുന്നത് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അതായത് അദ്ദേഹം വായിക്കാൻ എടുക്കേണ്ട സമയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതായത് അവിടെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തി അതിനെ അങ്ങ് നീക്കി വെക്കുകയാണ്. ഒരു തള്ളലാണ് അവിടെ. ടൈം ട്വീക്കിംഗ് പ്രോസസ് ആണ്. അവിടെ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സമയത്തെ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്തെ മറ്റെന്തിനോ വേണ്ടി തള്ളി മാറ്റും. ലേഡീസ്, സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷെ ഇതിനൊന്നും സമയമില്ല. എനിക്ക് ഇത്തരം ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളില്ലേ, ഇതൊന്നും ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് അതിന് ഇരുന്നാ മതി. പക്ഷെ ഇവിടെയും നടക്കുന്നത് an act of manipulating time or adjusting time to avoid task. ഈ ടാസ്ക് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ടാസ്ക് ആണ്. അതിന് വേണ്ട സമയത്തെ ഞാൻ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് യു ആർ ടൈം ട്വീക്കിംഗ് യുവർ പ്രയോറിറ്റീസ്. നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുകയാണ്. ഈ ടൈം ട്വീക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്, ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വേ ഓഫ് എക്സ്പ്രസിങ് പ്രോക്രാസ്റ്റിനേഷൻ. പിടികിട്ടി കാണുമല്ലോ. ഈ പ്രൊക്രാസ്റ്റിനേഷനെ നമ്മൾ മറ്റൊരു തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ട് പറയുന്ന വാക്കാണ് ടൈം ട്വീക്കിംഗ്. ഒരു പക്ഷെ ഇങ്ങനെ ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ കുറിച്ച് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ആ ക്യാപ്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ടൈം ട്വീക്കിംഗ് എന്ന് പറഞ്ഞപ്പോ ഇതെന്താ ഈ സാധനം? അതൊരു പുതിയ അറിവാണ് അല്ലെ? എനിക്ക് ഇങ്ങനെ ഒരു വേർഡ് ഒരു പുതിയ അറിവാണ്. ടൈം ട്വീക്കിംഗ്, an act of manipulating or adjusting our time to avoid task or decision. നമുക്ക് ചെയ്യേണ്ട ചില ഡിസിഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, ചില ടാസ്കുകളുണ്ട്. അതിന് വേണ്ട സമയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് തള്ളി മാറ്റുന്നു എന്നർത്ഥം. അതിന് വേണ്ട സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. സോ ഹൗ ടു ഡു ദാറ്റ്? ഇവിടെയാണ് വാരൻ ബഫറ്റ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ആണ് കേട്ടോ, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് എന്റെ സീക്രട്ട് അല്ലെങ്കിൽ എന്റെ സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഐ ജസ്റ്റ് സേ നോ ടു എവറിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീ അറ്റ് ദിസ് മൊമെന്റ്. ഇപ്പൊ എനിക്കിത് ചെയ്യണ്ട എന്ന് തോന്നുന്നത് ആവശ്യമില്ല, ഇത് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ നോ പറയും എന്നാണ് വാരൻ ബുഫറ്റ് പറയുന്നത്. അദ്ദേഹം ഇത്രയും റിച്ചസ്റ്റ് മാൻ ആവാൻ ഉള്ള ഒരു കാരണം, അദ്ദേഹത്തിന്റെ പിന്നിലുള്ള സക്സസിനുള്ള കാരണം അതാണ് പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ ആ സമയത്ത് ഇതിപ്പോ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ ജസ്റ്റ് സേ നോ. അതായത് ഇവിടെ നമ്മൾ നോ പറയാൻ പലപ്പോഴും പഠിക്കുന്നില്ല. അതായത് ഇപ്പൊ കുട്ടികളാണെങ്കിൽ ആദ്യം കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കാം. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അവർക്ക് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അവര് പറയുന്ന സബ്ജക്റ്റ് മുഴുവൻ എത്ര സബ്ജക്റ്റ് ആണ്? ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടിയാണെങ്കിൽ ഇനി കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും അവരുടെ സബ്ജക്റ്റ് പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ അവർ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ മുഴുവൻ സമയം പഠിത്തത്തിലാണ്.
പക്ഷെ എന്നിട്ട് പഠിച്ചു തീരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. അതായത് ദേ ആർ procrastinating ഓൺ സംതിങ്. അതായത് അവർ പഠിക്കാൻ സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ പഠിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടെത്തേണ്ടത് ഇതാണ്. അവർ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒരു 10 സബ്ജക്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 8 സബ്ജക്ട് ഉണ്ടെങ്കിൽ ആ 8 സബ്ജക്റ്റിൽ ഒരു പക്ഷെ 6 സബ്ജക്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. ഈ 2 സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സബ്ജക്റ്റിന് പഠിക്കാൻ എടുക്കേണ്ട സമയത്തെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ മറ്റ് 6 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2 സബ്ജക്ട് പഠിക്കേണ്ട സമയത്തെ മാറ്റിവെക്കുന്നു എന്നർത്ഥം. ഇവിടെയാണ് പാരന്റ്സ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അവർ കൂടുതൽ ചില സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് വേണ്ടി അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാണും. പക്ഷെ അങ്ങനെ കൂടുതൽ ഒരു സബ്ജക്റ്റിന് മുകളിൽ ചെലവഴിച്ചതുകൊണ്ട് ബ്രെയിനിന് റിസീവിങ് കപ്പാസിറ്റി ഇല്ല. ബ്രേക്ക് കൊടുത്ത് പഠിച്ചെങ്കിലേ പറ്റൂ. ഇപ്പൊ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മാത്സ് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ലാംഗ്വേജ് പഠിക്കാനുള്ള സമയം അവിടെ കണ്ടെത്തി. അതൊരു 10-20 മിനിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് വേണമെങ്കിൽ ഒരു മാത്സ് എടുക്കാം, പിന്നെ ഒരു പ്രോസ്, ഒരു ലാംഗ്വേജ് എടുക്കാം. ഇങ്ങനെ അവിടെ ടൈമിന് കൃത്യമായിട്ട് ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. അതായത് അവിടെ 2 സബ്ജക്ട് പഠിക്കാൻ പറ്റാത്തതിന് അവർ അതിന് വേണ്ട സമയത്ത് നീട്ടിവെക്കുകയാണ് ഈ 6 സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ 2 സബ്ജക്ട് പഠിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ 6 സബ്ജക്റ്റിന് വേണ്ടി നീക്കി വെക്കുന്ന സമയത്തെ, അതായത് പിന്നെ പഠിക്കാം, ഇതാണ് പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. അതിനെങ്ങ് നീട്ടി വെക്കുകയാണ്. ഈ 2 സബ്ജക്ട് പിന്നെ പഠിക്കാം, അത് വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇഷ്ടമുള്ള 6 സബ്ജക്റ്റിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തും. പക്ഷെ ഈ 6-ല് 2 ഒഴിവാക്കാൻ പറ്റുമോ, അതും കൂടി പാസ്സായാലേ പാസ്സാവുള്ളൂ. ഇതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 6 സബ്ജക്ട് ചിലപ്പം പഠിക്കുന്ന സമയത്ത് ഈ 2 സബ്ജക്റ്റിന് വേണ്ടി നീക്കി വെക്കുന്ന ആ സമയത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ചുരുക്കി ആ 2 സബ്ജക്റ്റിനും കൂടി വേണ്ട സമയത്തെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യും. ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. അതായത് ഈ 2 സബ്ജക്ട് ഇപ്പൊ പഠിക്കുന്നില്ല, ഇതിന് സമയം കിട്ടുന്നില്ല, ഇത് നീക്കി വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെങ്ങനെ മാറ്റി വെക്കുകയാണ്, നീട്ടി വെക്കാണ്. പിന്നെ പഠിക്കാം, ഇത് 6 പഠിക്കട്ടെ. അപ്പൊ അവിടെ നീട്ടി വെക്കാതെ അതും കൂടി ടൈം ഷെഡ്യൂളിലേക്ക് മിക്സ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് അതിന് ടൈം ബ്രേക്ക് കൊടുത്ത് പഠിക്കാൻ കുട്ടികളോട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അത് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ഓർക്കുക. അപ്പൊ ടൈം ടേക്കിംഗ് എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എവിടെയൊക്കെയാ നീട്ടി വെക്കുന്നുണ്ട്, എനിക്ക് ചെയ്യേണ്ട ചില പ്രയോറിറ്റീസ് നീട്ടി വെക്കുന്നു. ലേഡീസ് പറയുന്നു നോക്കാം, എനിക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല, ക്ലാസ്സിൽ കയറാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, എനിക്കിതിന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ സമയം കിട്ടുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് നീട്ടി വെക്കുകയാണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഇത്തരം ബിമാജിക് ക്ലാസ്സിൽ കയറാൻ ഇഷ്ടമാണ്, വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ സമയം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്കിതിനൊന്നും സമയമില്ല, രാവിലെ സമയമില്ല. അപ്പൊ അവിടെ ടൈം ട്വീക്കിംഗ് ആണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് യു ആർ പ്രൊക്രാസ്റ്റിനേറ്റിംഗ് സംതിങ്. ഇഷ്ടമുള്ള ഒരു കാര്യത്തെ നീട്ടിവെക്കാൻ അതിന് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡു ഓർ ഡെലിബറേറ്റ്ലി യു ഹാവ് ടു യൂസ് ദ ടൈം ഓർ യു ഹാവ് ടു ക്രിയേറ്റീവ്ലി പ്രൊക്രാസ്റ്റിനേറ്റ് ഫോർ ദാറ്റ് യു വിഷ് ടു ഡു. ആഗ്രഹമുള്ളതിനെ ക്രിയേറ്റീവായിട്ട് നീട്ടിവെക്കുക. എങ്ങനെ ക്രിയേറ്റീവായിട്ട് മാറ്റി വെക്കുക എന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേറ്റ് ഒരുപാട് പണിയൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പൊ നോക്കൂ, രാവിലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട പണികളിൽ ചില കാര്യങ്ങൾ, അതായത് പച്ചക്കറിയൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം, വേണ്ട രാവിലെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം. ഇതൊക്കെ തലേന്ന് രാത്രി ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന കാര്യം ഇപ്പൊ ചെയ്യാം. വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഒക്കെ കഴുകി വെക്കാം. കാരണം ഇതൊക്കെ കഴുകി വെക്കാനൊക്കെ സമയം വേണം. ഒക്കെ ഒന്ന് കഴുകി വെക്കാം. ചില സമയത്ത് ഇസ്തിരി ഇടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ രാവിലെ ചെന്നിട്ട് മൺഡേ സിക്നസ് കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട, രാവിലെ എന്തിടണമെന്ന് പോലും തീരുമാനിച്ചിട്ടുണ്ടാവില്ല, അത് ഇസ്തിരി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അലമാര തുറന്ന് തപ്പി തിരയലാണ്. അപ്പൊ ടോപ്പ് കിട്ടും, പാന്റ് കിട്ടില്ല, പാന്റ് കിട്ടുമ്പോൾ ഷോള് കിട്ടില്ല, ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, അത് നീക്കി വെക്കുകയാണ്. എനിക്കിത് ഇന്നത് ഇടണം, എനിക്കെന്ന് അറിയാം. സോ യു ആർ ഡൂയിങ് യുവർ ടൈം ട്വീക്കിംഗ്. അതിന് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം, നാളെ അപ്പൊ എനിക്ക് ഇപ്പൊ ഇസ്തിരി ഇടാൻ വയ്യ, നീട്ടി വെക്കും, ഐ എം പ്രൊക്രാസ്റ്റിനേറ്റ്, ഇപ്പൊ ചെയ്യേണ്ട കാര്യത്തെ ഞാൻ നീക്കി വെക്കുകയാണ്, രാവിലെ ചെയ്യാം. ഓക്കെ, കാരണം തുടക്കത്തിലൊന്നും നമുക്കിത് ഒറ്റയടിക്ക് എന്താ പറയുക പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, നാളെ എന്ത് ഡ്രസ്സ് ധരിക്കാമെന്ന് ഇന്ന് തീരുമാനിക്കാലോ, സൺഡേ തീരുമാനിക്കാലോ, രാത്രി അതിനെ ഒന്ന് ആ അലമാരയിൽ നിന്ന് എടുത്ത് അവിടെ പുറത്തെടുത്ത് വെച്ചേക്കും. അപ്പൊ രാവിലെ ഇസ്തിരി ഇടുന്ന സമയം എന്താ ചെയ്യും, എടുക്കേണ്ട കാര്യം ഞാൻ എടുത്തു വെച്ചു, അപ്പൊ വേഗം അയൺ ചെയ്യാം. ഇങ്ങനെ പതുക്കെ
നമുക്ക് വേണ്ട കാര്യങ്ങളിലെ സമയം കാണും. അപ്പൊ എന്ത് ചെയ്യും? രാവിലെ തപ്പിത്തടയുന്ന അല്ലെങ്കിൽ തപ്പിത്തെരയുന്ന ഒരു 10-15 മിനിറ്റ് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു. എങ്ങനെ? തലേന്ന് രാത്രി തന്നെ നീക്കി വെക്കേണ്ട സമയം ഇവിടെ യൂസ് ചെയ്തു. അത് എടുത്തു വെച്ചു. പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഓ, ഇന്നിപ്പോ എടുത്തു വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇസ്തിരിടാൻ പറ്റി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തൊട്ടടുത്ത ദിവസത്തിന്റെ ചെയ്യേണ്ടതിന് അന്ന് രാത്രി എന്ത് ചെയ്യണം? അതൊന്ന് ഇസ്തിരിടാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ചെയ്തു വെക്കുക. ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ള സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ക്രിയേറ്റീവായിട്ട് ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് നമുക്ക് എത്തണം. ഇപ്പൊ രാവിലെ ബി മാജിക് ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ എനിക്ക് വീട്ടിലെ ജോലികൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു തരും. അപ്പൊ ഈ 1 മണിക്കൂർ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ എന്താ പറയാ ഈ പച്ചക്കറി കഴുകാൻ എടുക്കുന്നുണ്ടാവും, അരിയാൻ എടുക്കാനുണ്ടാവും, പാത്രങ്ങളൊക്കെ തപ്പി തെരയാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ട ചോറ്റും പാത്രം ഒക്കെ ചിലപ്പോൾ കഴുകി വെച്ചിട്ട് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ടോ വെള്ളിയാഴ്ചയോ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും. ഇത് കഴുകി വെച്ചത് എവിടെയാന്ന് പോലും ചിലപ്പോൾ ഓർമ്മയിടാം. അപ്പൊ രാവിലെ അത് തെരയുന്ന പ്രോസസ്സാണ്. അപ്പൊ വേണമെങ്കിൽ ആ തലേന്ന് രാത്രി എന്ത് ചെയ്യാം? അതൊക്കെ അടുക്കി പെറുക്കി ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ പറ്റും. കാരണം അതൊക്കെ നോക്കി വെച്ച് ഒരു പ്ലാനും വന്നു കഴിഞ്ഞാൽ നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന എടുത്തു വെക്കണം, വേണ്ട സാധനങ്ങൾ ഉപ്പും മുളകും ഒക്കെ ഒരു സൈഡിൽ ഒതുക്കി വെക്കുക. പെട്ടെന്ന് എടുക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ബി മാജിക് ക്ലാസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് കേൾക്കാം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയാൽ ഈ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അതിനും കൂടി എന്ത് ചെയ്യാം? നിങ്ങൾ അത് ഒന്ന് രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ കുളിക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഉള്ളത് തന്നെ ഒരു വേണമെങ്കിൽ നിങ്ങൾ ഒരു നൈറ്റി ആണ് ഇട്ടില്ലെങ്കിൽ നൈറ്റി ഒക്കെ ഇട്ടില്ലെങ്കിൽ അപ്പൊ വീഡിയോയിൽ വരാൻ വെച്ചാൽ വേണമെങ്കിൽ ഒരു ഷോൾ സൈഡിൽ റെഡിയാക്കി വെക്കാം. എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഓ, ഞാനിതൊന്ന് റെഡി ആയില്ല, ഞാൻ എങ്ങനെ ഈ കോലത്തിലൊക്കെ ക്ലാസ്സൊക്കെ നിങ്ങൾ നീട്ടി വെക്കുകയാണ്. എന്ത് ചെയ്യണം? എനിക്ക് താല്പര്യമുണ്ട് ഷെയർ ചെയ്യാൻ, പക്ഷെ രാവിലെ എങ്ങനെയാണ് ഈ കോലത്തിലൊക്കെ ഞാൻ വീഡിയോ തരാൻ തോന്നൽ വന്നാൽ ഒരു ഷോള് സൈഡിൽ ഒരു ആ ചെയറിന്റെ സൈഡിലോ ആ ജനലിന്റെ സൈഡിലോ അവിടെ സ്റ്റൂളിലോ എന്തെങ്കിലും ഒന്ന് വെക്കുക. എന്തെങ്കിലും പറയണം തോന്നുമ്പോ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ അത് നല്ലതുമാണ്. ഒരു ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേഗം ആ ഷോളൊന്നും എടുത്തിട്ട് ഒരു ഷെയറിങ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്ത് പറയാ, വീഡിയോ ഓഫ് ചെയ്യുക, നിങ്ങളുടെ ജോലിയിലേക്ക് പോവാം, ബാക്കിയുള്ളത് കേൾക്കുക. നോക്കൂ, നമുക്ക് ആഗ്രഹമുണ്ട് ഷെയർ ചെയ്യാൻ, നമുക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് സമയമില്ല, രാവിലെ ഭയങ്കര തിരക്കാണ്. ഇതാണ് നമ്മുടെ ടൈം ട്വീക്കിംഗ് പ്രോസസ്സിന്റെ പ്രശ്നം. നമുക്ക് ആഗ്രഹമുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നാളെ 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 എന്ന് പറഞ്ഞ് അതിനെ തള്ളി നീക്കി വെക്കുകയാണ്. അതിപ്പോ എങ്ങനെ ക്രിയേറ്റീവായിട്ട് എനിക്ക് ആ തള്ളലിനെ കുറച്ചു കൊണ്ടുവരാം, എങ്ങനെ ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം. നീട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇപ്പോ എനിക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്യുക. ഇനി ഇത് ലേഡീസിന്റെ കാര്യത്തിൽ വന്ന ടിപ്സ് ആണ്. ഇനി ബാബുവിന്റെ കാര്യത്തിൽ നോക്കൂ. എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, നല്ല എഴുതുമായിരുന്നു. ഇപ്പൊ വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പൊ ബാബുവിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ബാബു 5 മണിക്കാണ് ജോലി കഴിയുന്നത്. പക്ഷെ ബാബു ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നത് 6 മണിക്കാണ് ഓഫീസിൽ ഇറങ്ങുന്നത്. 5 മണിക്ക് ഇറങ്ങി പോകുന്നവരുണ്ട്. 5 മണിക്ക് ബാബുവിനും ഇറങ്ങാം. പക്ഷെ 5 മണിക്ക് ബാബുവിന് ഇറങ്ങാൻ പറ്റാത്തത് ആ സമയങ്ങൾ രാവിലെ 10 മണിക്ക് മുതൽ 5 മണി വരെ ചെയ്യേണ്ട വർക്കുകളിൽ എന്തൊക്കെയോ ലാഗിങ് വരുന്നു. അതായത് അവിടെ വായിക്കാൻ കണ്ടെത്ത സമയത്തെ ഇത് നാളെ ചെയ്യാം, ഇത് സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നടക്കുക, നീട്ടി വെക്കുകയാണ്. നാളെ ചെയ്യാം, നാളെ മുതൽ തുടങ്ങാൻ തോന്നുമ്പോൾ ഇന്ന് 10 മുതൽ 5 വരെ എന്റെ ടൈം ഷെഡ്യൂൾ ഇതാണെങ്കിൽ ഈ പരിധിക്കുള്ളിൽ ക്രിയേറ്റീവായിട്ട് എനിക്ക് ആ വായനയിലേക്ക് ആവശ്യമായ ടൈമിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഇവിടെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ 5 മണിക്ക് ചെയ്യുന്ന വർക്ക് നാളെ ചെയ്താൽ മതിയാവും. ആ 10 മുതൽ 5 വരെ ചെയ്യുന്ന വർക്ക്, ഇന്ന് ചെയ്യേണ്ട വർക്ക് ഇന്ന് ചെയ്യാതെ ചിലപ്പോൾ നാളെ ചെയ്യേണ്ട ഒരു വർക്കിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത്. അവിടെ കണ്ടുപിടിക്കൂ, ഞാൻ എവിടെയാണ് എനിക്ക് ആവശ്യമുള്ള സമയത്തെ നീട്ടിവെച്ച് ആവശ്യമില്ലാത്ത സമയത്ത് വേണ്ടി ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തത് എന്ന് കണ്ടെത്തി തുടങ്ങിയപ്പോ ബാബുവിന് മനസ്സിലായി. പലപ്പോഴും അന്ന് ഓഫീസിലെത്തിയാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ജോബിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് ചെയ്യേണ്ട വർക്കിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഞാൻ ചെയ്തു തീർക്കേണ്ട വർക്കിനേക്കാൾ മറ്റുള്ളവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അവരെന്നെ യൂസ് ചെയ്യുകയാണെന്നുള്ളത് ബാബു തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഇങ്ങനെ നമുക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എവിടേക്കോ
ഞാൻ ടൈമിനെ ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഇത് ബാബു കണ്ടെത്തിയപ്പോ 10 മണി മുതൽ 5 മണി വരെ കൃത്യമായിട്ട് ഓഫീസിൽ ചെയ്യേണ്ടത് ജോലി തീർത്ത് 5 മണിക്ക് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കൃത്യമായിട്ട് ഒരു വായനശാലയിൽ പോയി. അതൊരു 5:10 ആകുമ്പോഴേക്കും വായനശാലയിൽ എത്തി ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് വായിക്കാനുള്ള സമയം ബാബു കണ്ടെത്തി തുടങ്ങി. സോ ഹി ക്രിയേറ്റീവ്ലി procrastinate on what he want to do. അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യം നാളേക്ക് നീട്ടിവെക്കാതെ ഇന്ന് അത് ചെയ്യാനുള്ള ക്രിയേറ്റീവായിട്ട് അദ്ദേഹം procrastinate ചെയ്തു. നീട്ടിവെച്ചു. എന്ത് നീട്ടിവെച്ചു? ക്രിയേറ്റീവായിട്ട് ഇന്ന് ചെയ്യേണ്ട ഓഫീസിൽ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്ത് നാളെ ചെയ്യേണ്ടത് നാളെ രാവിലെ 10 മണിക്ക് ചെയ്താൽ മതി. അതിനെ 5 മണി മുതൽ 6 മണി വരെ വീണ്ടും ഇരുന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ക്രിയേറ്റീവായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ നീക്കി വെക്കേണ്ട കാര്യത്തെ ക്രിയേറ്റീവായിട്ട് അങ്ങ് നീട്ടി നാളെ ചെയ്യാം എന്നതിലേക്ക് മാറ്റി. ഇപ്പൊ പ്രയോറിറ്റി കൊടുക്കണം. എനിക്കൊരു 1 മണിക്കൂർ വായിക്കാനാണ് ഇഷ്ടം. അതിന് വേണ്ട സമയം അദ്ദേഹം കണ്ടെത്തി എന്നർത്ഥം. ഇനി രവിയുടെ കേസിലാണെങ്കിലോ രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഓഫീസിൽ പോകുന്നുണ്ട്, വർക്ക്ഷോപ്പിൽ നിന്നാണ് പറഞ്ഞത്, വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട്, വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും അമ്മ അച്ഛനൊക്കെ പറയുന്നത് നിനക്ക് ഞങ്ങളെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഒന്നും സമയമില്ല. ഇത് രവി കണ്ടെത്തിയത് എന്താന്ന് ചോദിച്ചാൽ ഇതേപോലെ രവി ചെയ്യുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ രാവിലെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് 1 മണിക്കൂർ വ്യായാമം ധാരാളമാണ്. അവിടെ രവി എടുക്കുന്നത് 1 മണിക്കൂർ ഏറെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ അതായത് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ അദ്ദേഹം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് രവി തിരിച്ചറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ എന്നതിലേക്ക് അദ്ദേഹം ചുരുക്കി. അത് 2 മണിക്കൂറിലേക്ക് വരെ പോകാറുണ്ട്. 1 മണിക്കൂറിലേക്ക് ചുരുക്കി. പിന്നെയുള്ള കുറച്ച് സമയം ഭാര്യയോടൊത്ത് അടുക്കളയിലും അമ്മയോടൊത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് വേണ്ട രാവിലെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ബാബു സമയം കണ്ടെത്തി തുടങ്ങി. ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ വൈഫിന് ഒരുപാട് സന്തോഷം. കാരണം രാവിലെ തിരക്ക് പിടിച്ച വൈഫിന് ജോലിക്ക് പോകണം, കുട്ടികൾക്ക് പോകണം, അമ്മയ്ക്കും അച്ഛനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് പോകണം. അപ്പൊ ഇവിടെ ബാബുവിടെ ഒരു സപ്പോർട്ട് വൈഫിന് കിട്ടി. ഒപ്പം രാവിലെ അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അച്ഛനും അമ്മയോടൊക്കെ എന്തെങ്കിലും സംസാരിച്ച് മുന്നിൽ വന്നിരുന്ന അവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ബാഗൊക്കെ കൊണ്ട് എടുത്തു കൊടുത്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഹി ഫീൽസ് ഹാപ്പി. കാരണം അവിടെ ഫാമിലിയുടെ ഹാപ്പിനെസ് അദ്ദേഹത്തിലേക്ക് വന്നു തുടങ്ങി. എല്ലാവരും ഒരു ചിരിച്ച മുഖത്തോടു കൂടിയൊക്കെ അന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ഒരുമിച്ച് ജോലിക്ക് പോകുന്നു. തിരിച്ചു വന്നാലും അദ്ദേഹത്തിന് കണ്ടോ? അപ്പൊ അവിടെ അദ്ദേഹം ഫാമിലിക്ക് കൊടുക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് ടൈം ടേക്ക് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ആ സമയത്തെ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്താ? എക്സസൈസ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷെ അത് ആവശ്യത്തിലേറെ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹം കണ്ടെത്തിയപ്പോ ആ ടൈമിനെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്തു? ആ ഫാമിലിക്ക് കൊടുക്കേണ്ട സമയത്ത് ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു. എങ്ങനെ? ഇവിടെ നീട്ടി വെക്കുന്ന 1 മണിക്കൂർ ചെയ്താൽ മതി. അവിടുത്തെ കാര്യം 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ ചെയ്ത് അദ്ദേഹം ഒത്തിരി ഫാമിലിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചു. ഇപ്പൊ അവർക്ക് വേണ്ടി യൂസ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ലൈഫിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് എന്തിനാണോ സമയം കണ്ടെത്തേണ്ടത് അതിനെ ഞാൻ മറ്റെന്തിനോ വേണ്ടി ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ അത്ര സമയം ആവശ്യമില്ലായിരിക്കാം. അതിനെ ഒന്ന് ചുരുക്കുക. അതിനെ ഇന്ന് ചെയ്യേണ്ട ജോലികൾ മാത്രം ചെയ്ത് ബാക്കിയുള്ളത് നാളെ ചെയ്താൽ മതി, അതിനപ്പം ചെയ്താൽ മതി. അതിന് ഡെലിബറേറ്റ് ആയിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക, നീക്കി വെക്കാം. ഇവിടെ 1 മണിക്കൂർ ഒന്ന് ചുരുക്കി, ഇവിടെ 2 മണിക്കൂർ നീട്ടി വെച്ചിരുന്നു. ആ നീട്ടി വെച്ചതിനൊന്ന് ചുരുക്കി ഡെലിബറേറ്റ്ലി ക്രിയേറ്റീവലി മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? ക്രിയേറ്റീവായിട്ട് അവിടെ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇതാണ് ടൈം ടേക്കിംഗ് എന്ന ക്രിയേറ്റീവ് വേ ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ആ നീക്കി വെക്കുന്നത് നാളെ 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 എന്ന് പറയുന്ന സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും ലേഡീസ് ആൻഡ് സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ യു ആർ ടൈം ട്വീക്കിംഗ് ഓർ യു procrastinate on something you want to do എന്ന് പറയുന്നു. നമുക്ക് ചെയ്യാൻ ആഗ്രഹത്തിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ നീട്ടി വെക്കുകയാണ്. പക്ഷെ ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം. എന്തിനൊക്കെ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തെ ക്രിയേറ്റീവായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ്. അവിടെ 2 മണിക്കൂർ സമയം കൂടുതൽ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സമയപരിധിയെ ഒന്ന് ചുരുക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തിലേക്ക്, ആവശ്യമുള്ള കാര്യത്തിലേക്ക് കുറച്ച് സമയം തള്ളി നിർത്തിവെക്കാൻ സാധിക്കും.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരുപക്ഷെ ഞാൻ ഇത്രയും അവസരങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നത് നമുക്ക് തിരിച്ചറിയാനാണ്. അല്ലെങ്കിൽ ടൈം ടേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. സ്റ്റെപ്പുകൾ എന്നതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങൾ അത് പഠിച്ചിട്ടും ഉണ്ടാവും. സ്റ്റെപ്പുകൾ എന്നതിലുപരി എനിക്ക് എവിടേക്കാണ് ടൈം ടേക്കിംഗ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു അതിനെ ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഒന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ. I thank you all. I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയാണ്. നമ്മൾ ഈ ടൈം ടേക്കിംഗ് കേൾക്കുമ്പോൾ ഒരിക്കലും പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. ഇതെന്താന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ഞാനാണെങ്കിലും നിങ്ങളെല്ലാവരും അല്ലെ. അപ്പൊ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. സോ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരാ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ വരുന്നത്? നാളെ പറയാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, നീട്ടി വെക്കണ്ട. ക്രിയേറ്റീവ് വേ ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ ആണ് നമ്മൾ വിളിച്ചത്. ഞാൻ പേര് വിളിക്കണോ അതോ നിങ്ങള്? ഓക്കെ, ഷാജിൻ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഓരോ ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടൈം എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഓരോ ദിവസം നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായി കൊണ്ടുവരാന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടുപേരും ഞാനാണെന്ന് സംശയം തോന്നി എനിക്ക്. അപ്പോ ഇന്നലെ ഒരു ഡിസിഷൻ എടുത്തിരുന്നു. ബുക്ക് റീഡിങ് വൈകുന്നേരം വളരെ കുറച്ച് സമയം എടുക്കാൻ പറ്റുന്നുള്ളൂ. ബുക്ക് റീഡിങ് ആണ് വായിച്ചാൽ കഴിയുന്നില്ല, പല ബുക്കുകളും വായിക്കാൻ കിടക്കുകയാണ്. അപ്പോ പകലെപ്പോ ടൈം കണ്ടെത്താന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ കിടക്കുകയാണ്. രാത്രി വായിക്കുന്നത് കൂടാതെ പകലൊരു ടൈം കൂടി കണ്ടെത്തണം എന്നുള്ളത്. അപ്പൊ അത് ഇന്നലെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റ് മാഡം പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചുരുക്കി ഒരു സമയം കറക്റ്റ് ചെയ്ത് അതിനുകൂടി സമയം കണ്ടെത്തണം എന്ന് വിചാരിക്കുന്നു, കുറച്ചുകൂടി ടൈം. അപ്പൊ അത് ഇതുപോലെ നീട്ടിവെച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളിൽ നമ്മൾ കുറയ്ക്കാനുണ്ട്, ടൈം കിട്ടാനുണ്ട്. കുറച്ചുകൂടി ഒന്നുകൂടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്തായാലും. മക്കളുടെ കാര്യം പറഞ്ഞതും അതേപോലെ തന്നെ വലിയൊരു അനുഭവങ്ങളാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷാജിൻ സാർ പറഞ്ഞു കേട്ടോ. സമയം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ കണ്ടെത്തുന്നത് നമ്മൾ എവിടേക്കാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആദ്യം കണ്ടെത്താം. അപ്പൊ അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് എനിക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം, മാറ്റി വെക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ഇപ്പോഴും സമയമൊന്നും കിട്ടുന്നില്ല, ഇതാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിവിടെ വായിക്കാൻ ഇത്ര സമയം വേണമെങ്കിൽ ആ സമയം മറ്റെന്തോ രീതിയിൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ കണ്ടെത്തും. അപ്പൊ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ക്ലാസ് എനിക്ക് വേണ്ടിയുള്ളതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പലതും മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതിരുന്നതാണ്. പ്രത്യേകിച്ച് റീഡിങ്ങിന് ടൈം കണ്ടെത്തണം. പിന്നെ മാം പറഞ്ഞതുപോലെ മിക്കവാറും പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സ് തലേ ദിവസം എടുത്തു വെച്ചില്ലെങ്കിൽ പറ്റുന്ന അബദ്ധം ക്ലിയർ ആയിട്ട് മാം പറഞ്ഞു. നമ്മള് എല്ലാം എടുത്തു വരുമ്പോ ഷോൾ എടുത്തു വരുമ്പോ ബോട്ടം കാണിയല്ല, ആകെപ്പാടെ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ അത് മാച്ചിങ് അല്ലാതെയാ പോകുന്നതെങ്കിൽ അന്നത്തെ ദിവസവും നമുക്ക് പോക്കായിരിക്കും. അതുപോലെ തന്നെ അടുക്കളയിലെ കാര്യം പറഞ്ഞത്, ടിഫിന്റെ കാര്യവും ഒക്കെ ശരിക്കും നമ്മൾ ഒത്തിരി കൂടി ഒന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്താൽ തലേ ദിവസം തന്നെ ആക്കി വെച്ചാൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് ടൈം കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടത്താനും ഒക്കെ ടൈം കണ്ടെത്താൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നല്ല ഉപകാരമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഇന്ന് തന്നെ തുടങ്ങും. താങ്ക് യു മാം. താങ്ക് യു ഷീല മാം. കാരണം ഷീല മാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, പലപ്പോഴും പാന്റ് എടുക്കുമ്പോൾ ഷോൾ കാണില്ല, ഷോൾ എടുക്കുമ്പോൾ ഇത് കോമൺ ആണ്. ഞാനും അതേ മുന്നേ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ എവിടേക്കും എനിക്ക് സമയം ഞാൻ ക്രിയേറ്റീവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യുക, ക്രിയേറ്റീവായിട്ടൊന്ന് കണ്ടെത്തുക,
ക്രിയേറ്റീവ് ആയിട്ടൊന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക. അത് നാളെ എടുക്കാമെന്ന് തോന്നുന്നു, ക്രിയേറ്റീവ് ആയിട്ടൊന്ന് എടുത്തു വെക്കുക. ഇസ്തിരിയുടെ ഇപ്പൊ മടിയാണെങ്കിൽ ഓക്കെ, ഇനി നാളെ ചെയ്യാനാണ് എടുത്തു വെച്ചാൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന്. താങ്ക് യു ഷീല മാം, താങ്ക് യു. Okay, thank you so much, Shajan sir and Sheila ma'am. Divya ma'am. ഹലോ, മാജിക് മോർണിംഗ് മാം. ഗുഡ് മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞ ഇതും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നി. എന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി ദിൻചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, നീ എന്ത് ഈ തപ്പുന്നത്, പോകുന്ന നേരം ആവുമ്പോ നീ തപ്പൽ തുടങ്ങും എന്ന്. അപ്പൊ ഇന്നലെ ഞാൻ എന്റെ ബിമാജിക്കിലെ വേറൊരു മേലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളും പറയുന്നുണ്ടായിരുന്നു, തലേ ദിവസം ചെയ്തു വെക്കാറുണ്ടോ? ഏയ്, അപ്പൊ എന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊരു ചിന്തയാണ്. പക്ഷെ ആ സമയമാകുമ്പോ നമ്മള് ദുപ്പട്ട ഷാള് നോക്കി നടക്കും, പിന്നെ പാന്റ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഇടുപടി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു തോന്നല് വരും. അപ്പൊ അതിനനുസരിച്ച് സമയം പോകും. ഇത്ര പെട്ടെന്ന് സമയം പോയാ. അപ്പൊ സത്യം പറഞ്ഞ ഈ ക്ലാസ് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്കും. അപ്പൊ ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡെയിലി എന്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമാണ്, നീ എന്തേ തപ്പണേ, ഇതുവരെ കഴിഞ്ഞില്ലേ, പോവാറായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇന്നലെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് 1 വീക്കിനുള്ള ഡ്രസ്സ് എല്ലാം തേച്ച് സൈഡിലേക്ക് വെച്ചു. അപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഒരാഴ്ച സമാധാനമായിട്ട് ഇരിക്കുക, ഇനി തപ്പണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരുമ്പോഴാണ് എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ്, നമ്മൾക്കും മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ചിന്ത. നല്ലൊരു ക്ലാസ് മാം, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരം എഴുതുന്നുണ്ട്, പക്ഷെ റീഡിങ്ങിന്റെ സമയത്തിന് പ്രോപ്പർ ടൈമിങ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് റീഡിങ് മാറ്റിവെക്കും, പിന്നെ ചെയ്യാതെ ആ കാര്യം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. അപ്പോ ചില സമയത്ത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിൽ എഴുതി വെക്കും, ഇന്ന ദിവസം ഈ സമയത്ത് ഞാൻ വായിക്കുന്നു. പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തില്. അപ്പൊ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യണം, ടൈമിങ് കുറച്ചും കൂടി കൂടുതലാക്കി വെച്ചിട്ട്. അല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് അത് കംപ്ലീറ്റ് ആവുന്നില്ല. പക്ഷെ അതിനു മുന്നേ ഞാൻ വേറൊരു ഇപ്പോ ആറ്റോമിക് ഹാബിറ്റ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറ്റേതിലേക്ക് എടുക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ ടൈമിങ് കുറച്ച് കൂടുതൽ വായിക്കാൻ വേണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ വായിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ നമ്മൾക്ക് വല്ലപ്പോഴും പോകുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അണ്ടർലൈൻ ഇട്ട് വെച്ച് അത് ആ നോട്ട്സ് എഴുതാറുണ്ട് ഞാൻ. അപ്പൊ അതൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല കാര്യമാണ്. അഥവാ വായിച്ചില്ലെങ്കിലും പിന്നീട് അതൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. താങ്ക് യു സോ മച്ച് മാം, നല്ലൊരു ക്ലാസ്സിന്. താങ്ക് യു, ഗ്രേറ്റ്. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അവർക്കത് യൂസായി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അത് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് കൂടിയാണ്. കാരണം പഠിച്ചത് ഒരാൾക്ക് യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരെങ്കിലും ഉണ്ടോ? മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സബ്ജക്റ്റ് ആണ് മാം, ടൈം മാനേജ്മെന്റ്. ശരിക്കും ടൈം അല്ല മാനേജ് ചെയ്യേണ്ടത്, നമ്മളെ മാനേജ് ചെയ്യണം. ടൈം ആർക്കും മാനേജ് നമ്മളെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക്. ഞാൻ ഇക്കാര്യത്തില് 4-5 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞ മാതിരിയൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആ ടു ഡു ലിസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നോണ്ട് എനിക്ക് ടു ഡു ലിസ്റ്റ് ഡേറ്റും ടൈമും വെച്ചിട്ട് ചെയ്യും. അപ്പം ആ സമയത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടും. മറ്റേ നമ്മളെ ടൈം വേസ്റ്റ് ആവും ചെയ്യും, എന്ത് ചെയ്തു എന്നുള്ളത്. നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മളൊരു സാധനം ചെയ്തിട്ട് ടിക്ക് ചെയ്യുമ്പോൾ ഞാനത് അപ്പൊ ഇത് നമ്മളെ തന്നെ സ്വയം ഒന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് വീണ്ടും ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. എനിവേ, ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. താങ്ക് യു മാം, താങ്ക് യു.
താങ്ക് യു ബഷീർക്ക, താങ്ക് യു സോ മച്ച്. കണ്ടോ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. കാരണം ഇപ്പോഴും അദ്ദേഹം അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അപ്പം നമ്മളും അതിലേക്ക് വരിക എന്നുള്ളത് നമുക്കൊരു പാഠത്തരം വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജുകളാണ്. അപ്പൊ നമ്മളും അത് ഫോളോ ചെയ്യാനുള്ള സമയം കിട്ടാൻ ബഷീർക്കൊക്കെ ഉള്ളത് പോലെ തന്നെയുള്ള സമയമുള്ളൂ നമുക്കും. എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെയാണ് മാനേജ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹായ് പ്രവീണ മാം. ഹലോ. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോ ഓപ്പൺ ആക്കണില്ല. ഓക്കെ. മോളെ കൊച്ചുമോളെ മുടി മൊട്ടടിക്കാൻ എന്ന് തൊട്ടൊരു പഴനിക്ക് നോരുമ്പാ. അപ്പൊ പരിപാടിയില്ല. നല്ല ക്ലാസ് ആയിരുന്നു. പറയണ പോലെ തന്നെ എല്ലാവരുടെയും സ്വഭാവം തന്നെയാണ് രാവിലെ പോണ നേരത്തെ ഒരു തിരച്ചിൽ. ഞാൻ അങ്ങനെ തരുമ്പോ എന്റെ മകൻ ചിലപ്പോ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി അവനാവും എന്നെ ആക്കി തരിക അംഗൻവാടിയിലേക്ക്. അപ്പൊ ഞാൻ അങ്ങനെ നടന്നു തരും. എത്ര പ്രാവശ്യം പറയാം അമ്മോട് തലേ ദിവസം ഒക്കെ എടുത്തുവെച്ചു, നാളെ ഇടേണ്ട ഡ്രസ്സ് വൈകുന്നേരം എടുത്തുവെച്ചൂടെ, വൈകുന്നേരം അവിടെ വെറുതെ കിടന്നാലും ഒന്നും എടുത്തേക്കില്ല. ഇത് രാവിലെ കാണാം അതെവിടെ ഇതെവിടെ വെച്ചിട്ട് തെരഞ്ഞെടുക്കണേ പറയും. ശരിയാണ്, കാരണം 1-2 ദിവസം അടുപ്പിച്ച് അങ്ങനെ എടുത്തുവെച്ചപ്പോ എനിക്ക് തന്നെ തോന്നി രാവിലെ ആകുമ്പോ എത്ര വേഗം എടുത്തിടാൻ പറ്റി. അപ്പൊ നമ്മളത് തലേ ദിവസം ചെയ്ത് വെക്കുമ്പോ നമുക്ക് രാവിലെ അതിനുള്ള എന്താ പറയാ വേഗം ചെയ്തിട്ട് നമുക്ക് പോകണ്ടോട്ടേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള കാര്യം. പിന്നേക്കെന്ന് വെച്ചാൽ നീട്ടി വെക്കല സ്വഭാവം ഒട്ടുമിക്ക ആൾക്കാരിലുള്ള ഒരു സ്വഭാവമാണ്. നാളെ ചെയ്യാം. പക്ഷെ ആ നാളെ ചെയ്യാന്ന് വിചാരിക്കുമ്പോ നാളെ ചെയ്യില്ല, പിന്നെ മറ്റന്നാളായി, അങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോവാന്നല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ബഷീർ സാറ് പറഞ്ഞ പോലെ ടൈമിനല്ല മാനേജ് ചെയ്യേണ്ടത് നമ്മളെയാണ്. എന്നാ മാത്രമേ ശരിയാവുള്ളൂ എന്നൊക്കെ തോന്നുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം, താങ്ക് യു. സിന്ധു മാമിന്റെ യാത്രയ്ക്ക് സുഖകരമാകട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ ആൻഡ് സിന്ധു മാം. മണി സർ. മാജിക് മോർണിംഗ് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാത്തിനും നമുക്ക് ചില കാര്യത്തിന് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പറയൽ. അപ്പൊ മറ്റുള്ള എന്തെങ്കിലും ആവശ്യമുള്ളതിന് തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക ചെയ്യും. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ട് നമുക്ക് എവിടെയാണ് കൂടുതൽ സമയം ചെലവാകുന്നത് അത് നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ചിട്ടയായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിയേറ്റീവ് വേ ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ ആണ് പറഞ്ഞത്. അപ്പം അത് ആ ടൈം ടേക്കിംഗ് എന്നുള്ള ആ വേർഡ് എനിക്ക് പുതിയതാണെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി അത് കൂടുതൽ മാഡം ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ വാറൻ ബഫറ്റിന്റെ പറഞ്ഞ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ നീട്ടിവെക്കുക, നോ പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ള. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം ലാഭിക്കാനും അത് ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയിലേക്ക് ചെലവഴിക്കാനും പറ്റും. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ സമയം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും നമ്മളെ ലൈഫ് മെച്ചപ്പെടുത്താനും പറ്റുന്നുള്ള ഒരു ഇതാണ് ഉണ്ടായത്. അതിന് വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. മണി സാർ പറഞ്ഞ കേട്ടോ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ വേർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചു, അദ്ദേഹം പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടി ചിന്തിക്കുക. ശരിയാണ്, ആ വേർഡിനെ കുറിച്ച് ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായോ. അപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ, ഓക്കെ നമ്മൾ കുറച്ചും കൂടി ആ സബ്ജക്ട് എന്തായാലും വേർഡ് മീനിങ് എന്താണ്, എനിക്ക് ആ സബ്ജക്ട് എന്തായിരുന്നു കുറച്ചും കൂടി നമ്മൾ ആലോചിക്കും. അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞ രത്ന ചുരുക്കം. അതിനെക്കുറിച്ച് തുടക്കം മുതൽ എനിക്ക് ആ വേർഡിന് പുതിയ വേർഡ് കിട്ടി, പുതിയ വേർഡ് കളിച്ചു. എവിടെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം, നീട്ടി വെക്കാം, കുഴപ്പമില്ല, നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്താൽ മതി. പക്ഷെ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങൾ അത് എവിടെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം എന്ന് കൂടി അദ്ദേഹം ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ പ്രവീണ മാം? യെസ്. ഓക്കെ, അവ ഇന്നത്തെ ഈ ഒരു പുതിയ വേർഡ്സ് ആയിട്ട് വന്നിട്ട് പ്രവീണ മാം ഒരു പ്രൊക്രാസ്റ്റിനേഷന്റെ മറ്റൊരു വേർഡ്സ് ആയിട്ട് ടൈം കീപ്പിംഗ് ആയിട്ട് നല്ലൊരു സെഷൻ ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രവീണ മാമിനും ദെൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.
Bye all. Bye. Thank you. Thank Thank you so much.